SeeSouthIndia.com. ജിങ്ജു കാറ്റ്സിൽ ഇതുവരെ ട്രൂപ്പ് ഹോപ്പിൽ പോയ പിന്നെ എല്ലാം പുതിയ കാര്യങ്ങളാ. ബഗ്ഡേ ആണെന്ന് പറഞ്ഞ് പല്ല് തേക്കണതിന് മുന്നേ വിളിച്ചോണ്ട് പോയി. ടാസ്ക് ഇത്രേ ഉള്ളൂ, കൂടുതൽ ബഗ്സിനെ പിടിക്കണം. പിന്നെ ഞാനങ്ങ് വിട്ടുകൊടുത്തു. ജയിക്കട്ടെ എന്ന് വിചാരിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോ അവന്റെ ഒരു അഹങ്കാരം മീനുണ്ട തന്നേക്കുക. നിനക്ക് ഹാർമണി പാറ്റേൺ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് നിനക്ക് തരാമെന്ന് കരുതി. ഞാനൊരു ജിഞ്ചു കാറ്റാണ്, ഒരിക്കലും തോറ്റ് പിന്മാറില്ല. പവർ ഓഫ് ഹാർമണി നേടിയിട്ട് തന്നെ കാര്യം. കളി തുടങ്ങാൻ പോണേ ഉള്ളൂ. ഹാർമണിയുടെ ശക്തി ഭാഗം 2. തുടങ്ങാം. നിൽക്കൂ. എടാ ചതിയാ, ഒന്നും മിണ്ടാണ്ടിരിക്കി. അനിയനിൽ നിൽക്ക് 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 നിൽക്ക്. ചെക്ക്മേറ്റ്. ഞാൻ ജയിച്ചേ. നിന്റെ ഹാർമണി പാറ്റേൺ വന്നല്ലോ. അല്ല, നമുക്കിത് പറഞ്ഞു തീർക്കാം. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് പ്ലീസ്. ഞാൻ മീനുണ്ട വാങ്ങിത്തരാം. എത്ര കഠിനമായി പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ലല്ലോ ദൈവമേ. അമ്പിളിമാമ സൂപ്പറായിട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായും. ഇപ്പൊ കഴിക്കാൻ ഒരു ഹോട്ട് പോട്ട് കിട്ടിയിരുന്നെങ്കിൽ. അതെ, ഫിഷ് ബോൾ ഹോട്ട് പോട്ട് കിട്ടിയാൽ നന്നായിരിക്കും. അതെ, തീർച്ചയായും. ആരാത്? കള്ളൻ! നിക്കവിടെ. നിന്നെ ഇന്ന് ഞാൻ അവൻ വീണ്ടും രക്ഷപ്പെട്ടു അല്ലേ? രക്ഷിക്കണേ, രക്ഷിക്കണേ. എടാ കള്ള, നിനക്കിനി രക്ഷപ്പെടാനാകില്ല. ഇനി മോഷ്ടിക്കൂലെന്ന് വാക്ക് തന്നാ ഞാൻ നിന്നെ രക്ഷിക്കാം. ശരി, വാക്ക് പറഞ്ഞ വാക്ക് തെറ്റിക്കല്ലേ. വേണ്ട, ചലന്തി വലയിൽ തൊടണ്ട. പണി പാളി. ഒരു രക്ഷയുമില്ല. ഇത് ചലന്തി രാജാവിന്റെ വലയാണ്, ഏറ്റവും പശയുള്ള വല. എന്ത്, ചിലന്തി രാജാവോ? അതെ അതെ, നീ ചിലന്തി രാജാവ് എന്ന് കേട്ടിട്ടില്ലേ? പെർപെച്വയിലെ ഏറ്റവും വലിയ ചിലന്തിയാണത്. ശരിക്കും ആ ചിലന്തിക്ക് എത്ര സൈസ് ഉണ്ടാവും? എനിക്കാരെയും പേടിയില്ല കേട്ടോ. ഈ ചിലന്തി വലയൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇത് ചെറിയ പ്രാണികളെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ചന്ദ്രൻ നമ്മുടെ തലയുടെ മുകളിലായി എത്തുമ്പോ ചിലന്തി രാജാവ് വേട്ടയ്ക്കായി പുറത്തിറങ്ങും. പിന്നെ അവൻ നമ്മുടെ രക്തം മുഴുവൻ ഊറ്റി കുടിക്കും. എല്ല് മാത്രമേ ബാക്കിയുണ്ടാവൂ. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇനി ചെയ്യാൻ ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അവസാനമായി ഒരു യാത്ര പറഞ്ഞോളൂ.
അവനെങ്ങാനും എന്നെ പോലെ വിശപ്പിന്റെ അസുഖമുള്ളവനാണെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോകാം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ജിഞ്ചു കാറ്റ്, ജിഞ്ചു കാറ്റ്, ധീരനും ശക്തനുമായ ജിഞ്ചു കാറ്റ് ഇതാ തീരാൻ പോകുന്നു. നീ ഒരു ജിഞ്ചു കാറ്റാണ്. ഏതാണ്ടൊക്കെ. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ എന്തായാലും രക്ഷപ്പെടും. ശരിക്കും സത്യമാണോ? ജിഞ്ചു കാറ്റ്സിന് ഹാർമണി ഉപയോഗിച്ച് പ്രകൃതിയോട് സംസാരിക്കാൻ കഴിയും. പ്രകൃതിയോട് സഹായം ചോദിച്ചാൽ പ്രകൃതി നമ്മളെ സഹായിക്കും. ഞാൻ ഇപ്പൊ പകുതി ജിഞ്ചു കാറ്റ് ആയിട്ടുള്ളൂ, പക്ഷേ കുറച്ച് കഴിയുമ്പോ ഫുള്ളും ആവും. പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, പകുതി ജിഞ്ചു കാറ്റാണെങ്കിലും നമ്മുടെ കാര്യം അങ്ങ് നടക്കും. എന്റെ അവസാന നിമിഷത്തിൽ ഒരു ജിഞ്ചു കാറ്റിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. എനിക്ക് അഭിമാനം തോന്നുന്നു. നിന്റെ നല്ല വാക്കിനൊക്കെ നന്ദി. പക്ഷെ എനിക്കിപ്പോൾ ഹാർമണി പാറ്റേൺ ആവാഹിക്കാൻ കഴിഞ്ഞെങ്കിൽ. നിനക്ക് നല്ല ആത്മവിശ്വാസമുണ്ടല്ലോ. ഒരു മുൻവിധിയുമില്ലാതെ നിനക്ക് എന്നോട് പെരുമാറാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ഒരു മഹാനായ പൂച്ച തന്നെയാ. മുൻവിധി ഇല്ലാതെയോ? അതെ, ഞാനൊരു എലിയായിരുന്നിട്ട് പോലും നീ എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞില്ലേ? അതായത് നിന്റെ ഉള്ളിൽ എല്ലാവരും സമന്മാരാണെന്നാണ് അർത്ഥം. മുൻവിധി ഇല്ലാതെ എല്ലാ ജീവികളും സമന്മാര്. എന്റെ അമ്മച്ചി, അവ എത്തിയെന്ന് തോന്നുന്നു. ഒന്ന് ലേറ്റായി വന്നാ മതിയായിരുന്നു. അയ്യോ, രാജാവേ, ആദ്യം എന്നെ കഴിക്ക്, എന്നിട്ട് മതി അവനെ. എന്റെ സ്വപ്നങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. നീ നിന്റെ ശക്തിയും ഏകാഗ്രതയും മുഴുവനായും ഉപയോഗിക്കണം. ഹാർമണി പാറ്റേൺ കിട്ടാൻ നീ ചിന്തയിൽ മുഴുകുക. നിന്റെ മനസ്സ് തുറന്നു വെക്കൂ. എല്ലാ ജീവജാലങ്ങളും സമന്മാരാണ്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാത്തിനോടും മുൻവിധിയില്ലാതെ പെരുമാറുക. TuneSouthIndia.com. ചിലന്തി രാജാവേ, നീയും ഞാനും പ്രകൃതിയുടെ മക്കളാണ്. എനിക്കറിയാം, കേവസ് പെർപ്പച്വൽ ദുരന്തം വിതച്ചപ്പോൾ എനിക്കും നിനക്കുമൊക്കെ വാസസ്ഥലം നഷ്ടപ്പെട്ടെന്ന്. നിനക്ക് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ദയവായി ഇന്ന് ഞങ്ങളെ വിട്ടേക്ക്. എനിക്ക് മഹത്തായ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ടെന്ന് മനസ്സിലാക്ക്. ഞാനൊരു യഥാർത്ഥ ജിഞ്ചു കാറ്റായി മാറുമ്പോൾ എല്ലാ രാക്ഷസന്മാരെയും നശിപ്പിക്കും. അങ്ങനെ പെർപ്പച്വൽ വീണ്ടും സമാധാനം കൈവരും. ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. നമുക്ക് ഫ്രണ്ട്സ് ആകാം. ഈ ഭൂമിയിൽ ഒരുമിച്ച് സമാധാനമായി ജീവിച്ചാലോ? ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിന്നെ കൊണ്ടത് സാധിച്ചു. ഞാൻ ചെയ്തു, ഞാൻ ചെയ്തു, ഞാൻ ശരിക്കും അത് ചെയ്തു. നീ എന്താണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ ഹാർമണി പാറ്റേൺ എവിടെയാണത്? നീ അത് എവിടെയെങ്കിലും കണ്ടോ? കുഴപ്പമില്ല. കാരണം ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ഹാർമണി അനുഭവപ്പെട്ടു. അത് ഊഷ്മളമാണ്, ശാന്തമാണ്, സമാധാനപരമാണ്, പ്രകൃതിയുമായി അലിഞ്ഞു ചേർന്ന പോലെ. ഒടുവിൽ ഞാനത് അനുഭവിച്ചു. ഇത് ആശ്ചര്യമാണ്.
ഒരു ജിഞ്ചു കാറ്റായി മാറാൻ ഞാൻ എന്തായാലും ശ്രമിക്കും. നിന്റെ സ്വപ്നം ഉടൻ തന്നെ യാഥാർത്ഥ്യമാവട്ടെ. താങ്ക് യു. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. എനിക്ക് വേഗം തിരിച്ചു പോകണം. നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാമേ. ടാറ്റാ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പിന്നെ എന്റെ പേര് ലിൽപായ്. നിന്റെ പേരെന്താ? നീ എന്നെ സ്ക്യൂക്കി എന്ന് വിളിച്ചു. നല്ല കിടിലം പേര്. ഓ സ്ക്യൂക്കി, നീ തന്ന വാക്ക് പാലിക്കണേ. ടാറ്റാ ടാറ്റാ ടി ടു. നിന്റെ സഹായത്തിന് നന്ദി. ഇവൻ ഒരു നാൾ മഹാനായ ഒരു ജിഞ്ചോ കാറ്റാവും. അവന്റെ ഉള്ളിൽ വലിയ കഴിവുകളുണ്ട്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അവനെ സഹായിക്കും. ചിലന്തി രാജാവ് ഒരു സസ്യബുക്കാണെന്ന കാര്യം അവൻ അറിയില്ല എന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ജിഞ്ചു കാറ്റ്സിൽ ഇനി വരുന്നു. ഇതെന്തൊരു കഷ്ടമാണ്. എനിക്കെന്താ പവർ ഓഫ് ഹാർമണി ആവാഹിക്കാൻ കഴിയാത്തത്? അത് പവർ ഓഫ് ഹാർമണി ഒന്നുമല്ല, അത് നിന്റെ ഗ്യാസ് പോയതല്ലേ. നല്ല വൃത്തികെട്ട നാറ്റം. ലിൽപായ്, നീ ഈ പട്ടണത്തിലെ വെള്ളമെല്ലാം നാശമാക്കിയോ? കഥ തുടരും. ബാ പർവ്വതത്തിന്റെ ഗാർഡിയൻസ് ഭാഗം 1.